ഗായ്സ് വണ്ടി ഐ10 മാഗ്ന IRDI എഞ്ചിനാണ് കേട്ടോ. അതിൻ്റെ കംപ്ലൈൻറ്റ് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം സ്റ്റാർട്ടാവും, ഒരു 15-20 സെക്കൻഡ് ആകുമ്പോൾ വണ്ടി ഓഫ് ആയി പോകും. അങ്ങനെ നമ്മൾ ഫ്യൂലിൻ്റെ റിലേയും അതുപോലെ മെയിൻ റിലേയും എല്ലാം മാറ്റി വെച്ച് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഒരു വിധത്തിനും വണ്ടി സ്റ്റാർട്ട് ആവണില്ല. അങ്ങനെ നമുക്ക് ECMലോട്ട് കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ECM മാറ്റി വെച്ചു. ECM മാറ്റി വെച്ചിട്ടും വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ECM ഒക്കെ നമ്മൾ മാറ്റി വെച്ചായിരുന്നു കേട്ടോ. ECM ഒക്കെ മാറ്റി വെച്ച് പാർട്ട് നമ്പർ സെയിം എടുത്ത് മാറ്റി വെച്ച് എന്നിട്ടും ഒരു വിധത്തിലും സ്റ്റാർട്ട് ആവണില്ല. അങ്ങനെ വയറിങ് ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് വയറിങ് ഫുള്ളും ചെക്ക് ചെയ്ത് പിന്നെ നമുക്ക് ക്യാം സെൻസറും ക്രാങ്ക് സെൻസറും മാറ്റി വെച്ച് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അതും മാറ്റി വെച്ച് നോക്കി. ഇവിടെയാണ് ക്രാങ്ക് സെൻസർ പറഞ്ഞത്, ഈ ടൈമിങ്ങിനകത്ത്. ഇപ്പോൾ നമ്മൾ ഫുള്ളും അയച്ച് വെറും പുള്ളി മാത്രമാണ് ഇട്ടിക്കുന്നത്. നമുക്ക് ടൈമിംഗ് ബെൽറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ടൈമിങ് അയച്ച് നമ്മളത് ക്യാം സെൻസറിൻ്റെ ക്രാങ്ക് സെൻസറിൻ്റെ കപ്ലറാണ്. അങ്ങനെ ക്രാങ്ക് സെൻസർ മാറ്റി എന്നിട്ടും സ്റ്റാർട്ടായില്ല. പിന്നെ ക്യാം സെൻസർ ഇവിടെയാണ് പറഞ്ഞത്, അതും മാറ്റി നോക്കി എന്നിട്ടും സ്റ്റാർട്ടാവുന്നില്ല. അങ്ങനെ ഓരോന്നേറ്റ് മാറ്റി വെച്ച് നോക്കണം. ഒരു വിധത്തിൽ അങ്ങനെ സ്റ്റാർട്ടാവാതെ വന്നപ്പം ക്രാങ്ക് സെൻസറും ECM കൂടെ മാറ്റിയപ്പം വണ്ടി സ്റ്റാർട്ടായി. കുറച്ച് പാടുപെട്ട് സത്യം പറഞ്ഞാൽ വെച്ചാൽ ഇങ്ങനെ ഒരു 2 സാധനം കൂടെ ഒരിക്കലും അത് വെച്ചാൽ ക്രാങ്ക് സെൻസർ സാധാരണ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാറുണ്ടല്ലോ. അപ്പോൾ ആ കംപ്ലൈൻറ്റ് കിട്ടില്ല വെച്ചാൽ വണ്ടി ക്രാങ്ക് സെൻസർ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുന്നില്ല, വണ്ടി സ്റ്റാർട്ട് ആവണുണ്ട്. പിന്നെ ഒരു 15 സെക്കൻഡ് ആകുമ്പോൾ അതിൻ്റെ കണക്ഷൻ കട്ടായിട്ടാണ് ഓഫായി പോകുന്നത്. നമ്മളെല്ലാം മാറ്റി വെച്ചിട്ട് ഇതാ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വണ്ടി അങ്ങനെ സ്റ്റാർട്ടായി. നേരത്തെ കംപ്ലൈൻറ്റ് ഇതേപോലെ വണ്ടി സ്റ്റാർട്ടാകും, എന്നാൽ 20-30 സെക്കൻഡ് കഴിഞ്ഞിട്ട് തന്നെ വണ്ടി ഓഫാവും. പിന്നെ എത്ര അടിച്ചാലും എഞ്ചിന് ക്രാങ്ക് ആവണം, അല്ലാണ്ട് വണ്ടി സ്റ്റാർട്ടാവില്ല. എല്ലാ വണ്ടിക്കും ഇങ്ങനെ വരണമൊന്നുമില്ല. സാധാരണ ക്രാങ്ക് സെൻസർ പോകാറുണ്ട്, അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ECM പോകാറുണ്ട്. വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല, നമുക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ് കണ്ട് ഇത് ചെയ്യാൻ പറ്റും. ഇത് അങ്ങനെയല്ല, നമുക്ക് 2 സാധനം മാറേണ്ടി വന്നുകൊണ്ട് 2 ഒരുമിച്ച് മാറേണ്ടി വന്നുകൊണ്ട് കുറച്ച് ടാസ്ക് ആയിരുന്നു ഗൈസ്. ഇപ്പം ഇതേപോലെ സ്റ്റാർട്ട് ചെയ്ത് ചില വണ്ടി ഓഫായി പോകുമെന്ന് വിചാരിച്ച് നമ്മളൊരു 20 മിനിറ്റത്തോളം ഇട്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി വണ്ടി ഇറക്കി ടൈമിങ്ങിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഇട്ട് ഓടിച്ച് നോക്കിയിട്ട് കൺഫേം ആക്കണം. ഇതാണ് ക്രാങ്ക് സെൻസർ, ഇതാണ് ക്യാം സെൻസർ. ക്യാം സെൻസർ അങ്ങനെ വരാറില്ല, എന്നാലും ഈ വണ്ടിയെ അപേക്ഷിച്ച് വരുമെന്ന് പറഞ്ഞ് നമ്മൾ ക്യാം സെൻസർ വരെ മാറിയിട്ടാണ് കൺഫേം ആക്കണം. അങ്ങനെ ക്യാം സെൻസർ മാത്രം പഴയത് വെച്ചു, വണ്ടി ഇരുന്നത് തന്നെ വെച്ചു. ഇത് നമുക്ക് റിട്ടേൺ കൊടുക്കണം. ബാക്കി ഇത് രണ്ടും മാറ്റണം.